യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ 1926 ഒക്ടോബർ 1 നിലവിൽ വന്നു. ആസ്ഥാനം ധോൽപുർ ഹൗസ്, ന്യൂഡൽഹി. അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ 11. ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതി. ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്ക്. ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്ക്. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സുവരെ. ആദ്യ ചെയർമാൻ സർ റോസ് ബാർക്കർ. നിലവിലെ ചെയർമാൻ അജയ് കുമാർ. UPSC ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ H.K. കൃപ്ലാനി. UPSC ചെയർമാനായ ആദ്യ വനിത റോസ്മിലിൻ ബത്യു. UPSC അംഗമായ ആദ്യ മലയാളി ഡോക്ടർ K.G. അടിയോടി. ബന്ധപ്പെട്ട മന്ത്രാലയം പേഴ്സണൽ മന്ത്രാലയം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ 1936 ജൂൺ 14 തിരുവിതാംകൂർ PSC സ്ഥാപിതമായി. തിരുവിതാംകൂർ PSC ആദ്യ ചെയർമാൻ G.D. നോക്സ്. തിരു-കൊച്ചി PSC രൂപം കൊണ്ടത് 1949 ജൂലൈ 1. തിരു-കൊച്ചി PSC-യുടെ ആദ്യ ചെയർമാൻ C.V. കുഞ്ഞിരാമൻ. 1956 നവംബർ 1 തിരുവിതാംകൂർ PSC കേരള PSC-ആയി നിലവിൽ വന്നു. ആസ്ഥാനം തുളസി ഹിൽ, പട്ടം, തിരുവനന്തപുരം. അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ 21. ചെയർമാൻ, അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നത് ഗവർണർ. ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്ക്. ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്ക്. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സുവരെ. ആദ്യ ചെയർമാൻ V.K. വേലായുധൻ. രണ്ടാമത്തെ ചെയർമാൻ V. മരിയാർപുത്തം. നിലവിലെ ചെയർമാൻ M.R. ബൈജു. ചെയർമാൻ ആയ വ്യക്തികൾ: 1. കുഞ്ഞിരാമൻ C. 1949 മുതൽ 50 വരെ. 2. രാമവർമ്മ തമ്പുരാൻ 1950 മുതൽ 56 വരെ. 3. വേലായുധൻ V. K.1956 മുതൽ 62 വരെ. 4. മരിയാർപുതം V. 1963 മുതൽ 67 വരെ. 5. ദേവസ്സി M. K.1967 മുതൽ 72 വരെ. 6. കുമാരൻ M. K.1972 മുതൽ 75 വരെ. 7. സാവൻകുട്ടി T. M.1975 മുതൽ 81 വരെ. 8. ഹേമചന്ദ്രൻ M. K. 1981 മുതൽ 84 വരെ. 9. ആടിയോടി K. G. 1984 മുതൽ 84 വരെ. 10. ഗോപാലകൃഷ്ണക്കുറുപ്പ് 1985 മുതൽ 91 വരെ. 11. ചന്ദ്രശേഖരൻ നായർ 1991 മുതൽ 95 വരെ. 12. ഗോപാലകൃഷ്ണപിള്ള G. 1996 മുതൽ 2000 വരെ. 13. ഗംഗാധര കുറുപ്പ് M. 2000 മുതൽ 2006 വരെ. 14. സലാഹുദ്ദീൻ K. V. 2006 മുതൽ 2011 വരെ. 15. ഡോക്ടർ K. S. രാധാകൃഷ്ണൻ 2011 മുതൽ 2016 വരെ. 16. അഡ്വക്കേറ്റ് M. K. സക്കീർ 2016 മുതൽ 2022 വരെ. ഈ വീഡിയോ ക്ലാസ് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.